ബഡ്ജറ്റ് ഡേൻ്റെ അന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു. പ്രീ ഇവൻറ്റ് വോളറ്റാലിറ്റി ആൽഫ ഹാർവെസ്റ്റ് എന്നാണ് സ്ട്രാറ്റജീൻ്റെ പേര്. സ്ട്രാറ്റജി പറയുന്നതിൻ്റെ മുമ്പായിട്ട് എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ട്രേഡ് ചെയ്യുന്ന നിങ്ങളെ ക്ലോസ് ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബഡ്ജറ്റ് ഡേൻ്റെ അന്ന് അവർക്ക് നന്നായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഈ സ്ട്രാറ്റജി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള ഇവൻറ്റ്സിന് മുമ്പായിട്ട് വിക്സ് ഇൻക്രീസ് ആവുന്ന സമയത്ത് തന്നെ IV അഥവാ ഇംപ്ലൈഡ് വോളറ്റാലിറ്റിയും ഇൻക്രീസ് ആവാറുണ്ട്. ഇംപ്ലൈഡ് വോളറ്റാലിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ഫിയർ പ്രൈസിനെയാണ്. ഫിയർ കൂടുന്ന സമയത്ത് ഓപ്ഷൻ പ്രീമിയം എക്സ്പാൻഡ് ആവും. ഈ ഒരു സംഭവമാണ് നമ്മളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരു സിമിലർ പ്രീമിയത്തോട് കൂടിയിട്ടുള്ളത് ബഡ്ജറ്റിന്റെ ഒരു 48 അവേഴ്സിന് മുമ്പായിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്സ് ഇൻക്രീസ് ആവുന്ന സമയത്ത് IV ഇൻക്രീസ് ആവുകയും പ്രീമിയം എക്സ്പാൻഡ് ചെയ്യുകയും കോളിലും പുട്ടിലും ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡയറക്ഷണൽ ട്രേഡ് അല്ല, ഇത് പ്യുവർ ആയിട്ടും വോളറ്റാലിറ്റി ട്രേഡ് ആണ്. അതുകൊണ്ട് തന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിൽ ഫിയർ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ പൊസിഷനിലേക്ക് എൻ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബഡ്ജറ്റിന് അനൗൺസ്മെന്റിന് ശേഷം ഇന്ത്യ വിക്സ് റിലാക്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് IV ക്രാഷ് ആവുകയും നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എല്ലാം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ത്യ വിക്സ് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും നിങ്ങൾക്ക് ഒരുപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് കമന്റ് ചെയ്യുക. സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട.